മാധവൻ ലോകകപ്പിലേക്ക്. ആ ലോകകപ്പിലേക്ക്. ചക്ക ഓട്ടോറിക്ഷ പിടിച്ചു വരണ. ഇങ്ങോട്ട് ഇറങ്ങടി മോളെ. ഞങ്ങൾ രണ്ടുപേരല്ലേ നിന്റെ കുന്നാട്ടത്തിൽ കയറിയിരുന്നുള്ളൂ. നിങ്ങൾ രണ്ടുപേര് മാത്രമല്ലോ, കൂടെ ഒരു ഫുൾ പ്ലാവൂലേ, അപ്പൊ 35 ആവും. അഗ്രികൾച്ചറിൽ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ കൃഷിഭവനിൽ നിന്നാണെന്ന് ചോദിച്ചതാ. അല്ല, ഞാൻ ചക്കാന്തരേന്ന ചന്ദ്രന്റെ അമ്മായിയാ. അതാ ചക്കയും കൊണ്ട് വന്നതല്ലേ. പണ്ടേക്കും പണ്ടേ ചക്കാന്തരയിലെ അമ്മായിയുടെ ചക്ക ചന്ദ്രനൊരു വീക്കൻസാ. ഇതേതാ ഈ വീക്കെൻഡ്സ് മകളാ? അതെ, ചന്ദ്രന്റെ മുറപ്പെണ്ണ, പേര് നീലിമ. എന്നാ പിന്നെ ഉജാലാന്നിടായിരുന്നില്ലേ? ഹായ് നീലു. ഗൾഫുകാരനാണോ? ഗൾഫുകാരനാണോന്നാ? 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ഷെയ്ക്കാ. എന്നാ ഓട്ടോന്റെ കാശ് കൊടുത്തേ. വാ മോളെ, വേഗം ഇങ്ങോട്ട് വാ. ചക്കന്തറയിലെ അമ്മായി എന്തേ വരാൻ വൈകിയത്? ഒന്നും പറയണ്ടല്ലേ ലക്ഷ്മിയെടുത്തിയെ. ചന്ദ്രൻ വന്നു അറിഞ്ഞപ്പോ തുടങ്ങിയതാ ഈ പെണ്ണ്. ഇക്കിന്റെ ചന്ദ്രേട്ടനെ കാണണം, ഇക്കിന്റെ ചന്ദ്രേട്ടനെ കാണണം എന്നും പറഞ്ഞ കയറ് പൊട്ടിക്കുക. പക്ഷെ എന്താ ചെയ്യ, ഈ ചക്കയൊന്നും മൂത്ത് കിട്ടണ്ടേ? അതെ, ചന്ദ്രേട്ടൻ എന്തിയ അമ്മായി? അവിടെയുണ്ട്. ഞാൻ എന്താ ഈ കാണുന്നത്? എന്റെ മോനാകെ അങ്ങ് വാടിപ്പോയല്ലോ. നീ എന്താടി അന്യനെ നോക്കണത് പോലെ വാ പൊളിച്ച് നിക്കണത്? ഈ തേനിലിച്ചൊക്കെ ചന്ദ്രനെ കൂടെ കൊടുക്ക്. അവളിപ്പോ നോക്കുന്നത് നിന്നെയാണോ എന്നെയാണോ? അവളിപ്പോ നോക്കുന്നത് നമ്മുടെ രണ്ടുപേരെ അല്ല, അവളുടെ ഭാവിയിലേക്കാ. നോക്കി നിൽക്കാ നീ ആ തേനുലി. അല്ല ഏട്ടാ, അത് ഏട്ടന്റെ ചക്ക. ഇവിടെ ചക്കയ്ക്ക് എന്ത് ഏട്ടനും അനിയനും ഒന്നുമില്ലല്ലോ. നമ്മളൊക്കെ ഒരു ചോരയല്ലടാ. ദേ ചക്കമ്മയുടെ നീലമ കൂടി ആ ചക്കയും കൊടുത്തേ കൊടുത്തേ കൊടുത്തേ. നീ ഇങ്ങോട്ട് വന്നേ. അമ്മായിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം. കാണാൻ സുന്ദരൻ, കൈ നിറയെ കാശുണ്ട്, പിന്നെ പെണ്ണ് കെട്ടാനാണെന്നും പറഞ്ഞ് വീടായ വീടൊക്കെ കയറി ഇറങ്ങി ഈ പൂ പോലുള്ള മുഖം വെയില് കൊള്ളിച്ച് വാടിക്കേണ്ട വല്ല കാര്യം. ഇപ്പൊ എങ്ങനെയാ ഞാൻ പറഞ്ഞത്? നീ പറഞ്ഞതാ? അതെ, ഞാൻ പറഞ്ഞ തന്നെ. മുറപ്പെണ്ണായിട്ട് ഒരാൾ ഇവിടെ ഏട്ടന് വേണ്ടി പുര നിറഞ്ഞു നിൽക്കുമ്പോ പെണ്ണ് അന്വേഷിച്ച് പുറമെ പോണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലേ. അപ്പോഴൊക്കെ ഏട്ടൻ എന്താ പറഞ്ഞത്? അമ്മായിക്ക് അത് ഇഷ്ടാവില്ല. എന്നിട്ട് ഇപ്പൊ എന്തായി? കൺമുമ്പിൽ കൊണ്ട് എത്തിച്ചു തന്നില്ലേ ഈശ്വരൻ? ഇത്രയും വിശാല മനസ്കായ ഒരു അമ്മായിയും ഇത്രയും വിശാലായിട്ടുള്ള ഒരു മോളും വേറെ എവിടെ കിട്ടു ഏട്ടാ? ഒന്ന് അങ്ങോട്ട് ചേർന്ന് നിന്നേ എന്റെ ഏട്ടത്തിയമ്മേ. എന്തൊരു ചേർച്ച! ഇത്തവണത്തെ ജോഡിക്കുള്ള മാതൃഭൂമി മെഡിമിക്സ് അവാർഡ് എപ്പ കിട്ടിയെന്ന് ചോദിച്ചാ മതി. നീ ഇങ്ങനെ പോയാലേ അധികം താമസിയാതെ എന്റെ എന്തെങ്കിലും അവാർഡ് മേടിക്കും. അപ്പൊ ചക്കമായി, നമുക്കൊരു കാര്യം ചെയ്യാം. അധികം വൈകാതെ ഇവളുടെ കല്യാണം നടത്താം. അതിന്റെ ഫുൾ ചെലവ് ഞാൻ എടുത്തോളാം. ഞാൻ തിരിച്ചു പോകും മുമ്പ് ഇവൾക്ക് വേണ്ടി ഒരാളെ കണ്ടെത്തണം. അതിന്റെ ഉത്തരവാദിത്തം ഞാൻ നിന്നെയും കൂടെ ഏൽപ്പിക്കുക. അമ്മായി മൂഡ് ഓഫ് ആകണ്ട. ചേരേണ്ടത് ചേരുമ്പോഴേ കാര്യങ്ങളൊക്കെ ഉഷാറാകൂ. ഹലോ ഏട്ടാ, ഞാൻ ശിവനാ. എന്താടാ? നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഉച്ചഭക്ഷണം കഴിച്ചതിൽ ഒരു ചെറിയ പ്രശ്നം. പ്രശ്നം? ആ, ഞാനിപ്പോ മിഷൻ ആശുപത്രിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഏട്ടാ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം. ഓക്കെ, ശരി ശരി. ഹലോ. ഓക്കെ ഡോക്ടർ, താങ്ക്സ് എ ലോട്ട്. നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ചോറ് വെച്ച അരിക്ക് ഇത്തിരി പൂപ്പുണ്ടായിരുന്നു. അത് കഴിച്ച കുട്ടികൾക്കൊന്ന് വയറിളകി, അത്ര ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഫുഡ് പോയ്സൺ ഒന്നും അല്ല. എല്ലാ കുട്ടികൾക്കും വയറ് ക്ലീൻ ചെയ്യാനുള്ള മരുന്ന് കൊടുത്തവിടെ കിടത്തിയിരിക്കുക. ഡോക്ടർ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ ആശുപത്രിയിൽ പോയി നോക്കാം. എന്താ ഈ പറയണേ? ചന്ദ്രൻ നടത്തുന്ന സ്കൂളിനെ പറ്റി ഞങ്ങൾക്ക് വിശ്വാസക്കുറവോ? ഒരു കാരണവുമില്ലാതെ കുട്ടികൾക്കൊക്കെ വയറിളക്കവും ഛർദിയാണെന്ന് കേട്ടപ്പോ അതെന്താണെന്ന് തിരക്കാൻ വേണ്ടി വന്നേ ഉള്ളൂ. എന്താടോ സേതുമാധവ, പുരമനയിൽ ചന്ദ്രൻ നടത്തിയ ധർമ്മസ്ഥാപനത്തെ പറ്റി പതിവില്ലാത്ത ചില വാർത്തകളൊക്കെ പറഞ്ഞു കേൾക്കുന്നേ? അത് ചോദിക്കാൻ നീ ആരാ? അങ്ങനെ ഊതിപ്പറത്താതെ. ഒന്നുമില്ലേലും നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലയോ? മാത്രമല്ല ഇച്ചിരി അങ്ങോട്ട് മാറിയിട്ടാന്നേലും ഇതുപോലെ ഈ ചാക്കോട തറവാട്ടുകാർ നടത്തുന്നുണ്ടേ. നീ നടത്തുന്ന സ്കൂളല്ലല്ലോ, അറവുശാലയല്ലേ? അതേടാ, അറവുശാല തന്നെയാ. പക്ഷെ അവിടെ നിന്ന് സൗജന്യമായിട്ട് കൊടുക്കുന്നില്ല. ഒക്കെ കാശ് വെച്ചുള്ള കച്ചവടം തന്നെ.
വിദ്യാഭ്യാസ കച്ചവടം. അതെ, ഈ ഒരു അവസ്ഥയെ നേരത്തെ പ്രതീക്ഷിച്ച. നാടിന്റെ പൊന്നോമന പുത്രൻ പുരമനയിൽ ചന്ദ്രൻ അക്കരെ പോയുണ്ടാക്കുന്ന ദർഹത്തിന്റെ ഭാവഭാരം കഴുകിക്കളയാൻ ചത്തുപോയ അച്ഛന്റെ പേരിൽ തുടങ്ങി ഈ ധർമ്മശാലയില് സൗജന്യ ഭക്ഷണം, സൗജന്യ വസ്ത്രം, സൗജന്യ പഠനം, എല്ലാം സൗജന്യം തന്നെ. പക്ഷേ ഈ പോക്ക് ഇങ്ങനെ പോയ വിഷം കലർത്തിയ ഉച്ചച്ചോറ് ഞണ്ണിയതിന്റെ പേര് ചത്തൊടുങ്ങുന്ന മക്കളുടെ ഈ തന്തമാർക്ക് സൗജന്യമായിട്ട് ശവപ്പെട്ടി വിതരണം ചെയ്യും പുരമനയിൽ ചന്ദ്രൻ. കിട്ടിയ തക്കം നോക്കി ഇവിടെ കയറി വന്ന് തന്തയിലൊക്കെ വിളിച്ചു പറഞ്ഞോണ്ടല്ലോ, പിന്നെ സൗജന്യമായിട്ട് ശവപ്പെട്ടി പണിയുന്നത് നിനക്കായിരിക്കും. ഓഹോ, എന്താ പ്രശ്നം? ഈ ചെറ്റ എവിടെ കയറി വന്ന ഒരുമാതിരി ആളാവാൻ നോക്ക്. ഓ അത് ശരി, അത്രയ്ക്കായോ? അതല്ലെങ്കിൽ എവനൊന്ന് പാകത്തിന് കിട്ടാൻ വേണ്ട വേണ്ട, കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾ 3 പേരും കൂടെ മെനക്കെട്ട ഇവൻ ചത്തു. നിനക്ക് എന്താ ഇവിടെ കാര്യം? നിന്റെ ഏതെങ്കിലും വകയിലുള്ള സന്തതികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? അല്ല, അതല്ലല്ലോ അതിന്റെ ശരി. അതാണ് അതിന്റെ ശരി. വാ, അപ്പൊ അങ്ങനാണ്. തഞ്ചത്തിൽ ചന്ദ്രനെ താറടിച്ച് കാണിക്കാൻ നിന്റെ അപ്പൻ ബ്ലേഡ് വർക്കി പറഞ്ഞു വിട്ടതായിരിക്കും. ദാ കണ്ടില്ലേ, ആ പാവത്തിനെ കൊലയ്ക്ക് കൊടുത്തതിന്റെ കണക്ക് കാലങ്ങളായി ബാക്കി നിൽക്കുക ചന്ദ്രന്റെ നിഘണ്ടുവില്. അതിനിടയ്ക്ക് ഇതുപോലുള്ള സർക്കസ് ഒന്നും വേണ്ട. ഇത് ചന്ദ്രന്റെ മണ്ണ, അക്കരെ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ മണ്ണ്. എന്റെ അനുവാദമില്ലാതെ ഒരുത്തനും ഈ മണ്ണിൽ കാലുകുത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ചെല്ലേ, ചെല്ല് ചാക്കോച്ച. മക്കൾക്കാർക്കും ഒരു കുഴപ്പമില്ല. നിങ്ങളൊക്കെ വീട്ടിലേക്ക് വയ്ക്കോ. കുട്ടികളെ വീട്ടിലെത്തിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാ ഞാൻ വന്ന. വയ്ക്കോ. പറഞ്ഞത് കേട്ടല്ലോ, എല്ലാവരും പോയിക്കോളൂ, ഒന്നും പഠിക്കാനില്ല, പോയിക്കോളൂ. അളിയനോട് പോയി. അത് ശരി, അപ്പൊ അതാണ് കാര്യം. ഹൈ ബി പിയും അണീബിയും ഒരുമിച്ച് ആക്രമിച്ചൊരു ദുർബല നിമിഷത്തിൽ അറിയാതെ പറ്റിപ്പോയ ഒരു കയ്യബദ്ധമാണ് ഇന്ന് ആ വയറിളകിപ്പോയത്, അല്ലേ? ഒരു കൊച്ചു തിരുമറി, ഒരു ഗോഡൌൺ തിരുമറി. ആ തിരുമറി പിള്ളേരെല്ലാരും കൂടി ഇങ്ങനെ സംഘം ചേർന്നിരുന്ന് തൂറി മറിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സുലൈമാനെ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ചന്ദ്രനളിയൻ വരുന്നു എന്നറിഞ്ഞപ്പോ ആ വരവെന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ നെട്ടോട്ട് ഓടിയത് നിനക്ക് ചന്ദ്രനളിയന്റെ പ്രസൻസിൽ ഇങ്ങനെ ഒരു വയറിളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു. അവിടെ ഇരിക്കട്ടെ. എന്താ വേണ്ടേ? പെങ്ങളെ കെട്ടിയവനെ വെറും ഒരു അളിയനായി കാണുന്നവനല്ല ചന്ദ്രേട്ടൻ. ആ മനസ്സ് എനിക്കറിയാം. ആ, അതറിയാവുന്നത് കൊണ്ടാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ആണല്ലോ, ഇനി ഞാൻ അത് എടുത്തോട്ടെ. എടുത്തു. നേർച്ച വരിച്ചത് കഴിച്ചു. നീ വന്നത് പേരന്വേഷിച്ചല്ലേ? ആ ചന്തിയൊറിയുന്ന പേര്. എന്തൊക്കെ ത്യാഗം സഹിച്ചും ഞാൻ നിന്റെ കൂടെ നിൽക്കും. ഇപ്പൊ ഞാൻ വേറിട്ട് നിൽക്കുക. ആ പേര് തിരിച്ചു പിടിക്കാൻ നീ എന്നെ സഹായിക്കും. ഇപ്പൊ ഈ വീറൊന്ന് അകത്താക്കാൻ അളിയൻ എന്നെ സഹായിക്കോ? ഒരു സുലൈമാനുമില്ല. വേരി ഫോർ ഈച്ചതാ സുലൈമാനെ. നീ പറഞ്ഞ അവൻ കേക്കും. ചന്ദ്രേട്ടന്റെ ചെവിക്ക് കുഴപ്പമില്ലാത്ത കൊണ്ട് ഞാനല്ല ഏത് പൊട്ടം പറഞ്ഞാലും ചന്ദ്രേട്ടൻ കേൾക്കും. പക്ഷെ വിഷയം തിരിമറിയായതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് പറയുന്നത് എന്താണെന്ന് കേട്ടാലേ പറയാൻ പറ്റൂ. ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്റെ BP കൂട്ടി വീണ്ടും വീണ്ടും ഹണിബി അടുപ്പിക്കാതടാ. കാര്യം അവനാണ് തീറ്റിപ്പോറ്റുന്നതെങ്കിലും 3 പെമ്പിള്ളേരുടെ അച്ഛനാടാ ഞാൻ. അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഈ പ്രശ്നത്തിന്റെ പേരിൽ അളിയൻ എനിക്കെതിരെ എന്തെങ്കിലും ശിക്ഷാ നടപടി എടുത്താൽ പിന്നെയും വനാത്തൊടി മാധവൻ മാനം നോക്കി കാലം കഴിക്കേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട് അളിയനി വൃത്തിയായിട്ട് പണി കാണിച്ചത്? മക്കളെ കെട്ടിച്ചേക്കാൻ വേണ്ടിട്ടോ? സ്കൂളിന്റെ മേലധികാരിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത് നന്നാക്കാനല്ല, നശിപ്പിക്കാനാണെന്ന് ഇപ്പൊ മനസ്സിലായി. ചേച്ചി അവിടെ ഹെഡ് മിസ്ട്രസ് ആയിട്ടിരിക്കുമ്പോ ഇതുപോലെ ഒരു നാറിയ പണി അളിയൻ കാണിച്ചത് അത് അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റും? ഇതൊക്കെ പിന്നെയും പറഞ്ഞ് അവളെ വിഷമിപ്പിക്കുന്ന എന്തിനാ? അവൾ അറിഞ്ഞിട്ടാണ് അവൻ ഈ തോന്നിയാസം ചെയ്തത്. അറിയണോ അമ്മേ? അല്ലെങ്കിൽ ഇതുപോലൊക്കെ സംഭവിക്കുമ്പോഴേ അറിയൂ. ഏട്ടൻ ഇങ്ങോട്ട് വരുന്നു അറിഞ്ഞപ്പോ എന്തായിരുന്നു അളിയന്റെ വെപ്രാളം? ഇപ്പോഴല്ലേ മനസ്സിലായത് കള്ളത്തരം. ഉച്ചക്കഞ്ഞിക്കുള്ള അരിയില് പൂഴി വാരിട്ടിട്ടാണോ സമ്പാദിക്കുന്നത്? ഏട്ടന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ മുക്കാലി കെട്ടിട്ട് തല്ലിയേനെ. ഗണേശ, മതി പറഞ്ഞത്. ആ, അതാ കുഴപ്പം. ഏട്ടൻ തന്നെയാ അളിയന് വളം വെച്ച് കൊടുക്കുന്നത്. ആ, ദാ വരുന്നുണ്ട് അരിക്കള്ളൻ അളിയൻ. മാപ്പാക്കണം. ഒരു തവണ, ഒരേ ഒരു തവണ മാപ്പാക്കണം. എവിടെ? ഇങ്ങോട്ടാ. ചന്ദ്രേട്ടാ, 8-10 അബദ്ധങ്ങൾ ഏത് മന്ദബുദ്ധിക്കും സംഭവിക്കുന്നു ചന്ദ്രേട്ടൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അതിലൊരു 10ാമത്തെ അബദ്ധമായിട്ട് ഈ അളി വേണ്ടല്ലേ? ഞാൻ പറയില്ലെന്ന് പറഞ്ഞതാ. പ്ലീസ് അലിയ, അറിഞ്ഞോണ്ട് ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാണ്. വേണം ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്താ ഇത്? വേണ്ട. അവനവന്റെ നിലയും വിലയും മറന്ന് അരുതാത്ത എന്തെങ്കിലും ചെയ്തു പോയാൽ പിന്നെയുള്ള കാലം മറ്റുള്ളവരുടെ കാൽച്ചുവട്ടിലായി പോവും ജീവിതം. ചന്ദ്രൻ സ്നേഹിക്കുന്നവർക്ക് ആർക്കും അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവരുത് എന്നൊരു പ്രാർത്ഥനയുണ്ട് മനസ്സിൽ. അതിനൊക്കെ വേണ്ടിട്ട് തന്നെ അക്കരെ പോയി കഷ്ടപ്പെടുന്നതും.
മറന്നു പോയെങ്കിൽ ഓർമ്മിപ്പിക്കുക. ഈ നിൽക്കുന്ന മല്ലികയെ അളിയനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാ അച്ഛൻ ആ LP സ്കൂളിന്റെ പ്രമാണം ബ്ലേഡ് വർക്കിക്ക് പണയപ്പെടുത്തിയത്. അതിങ്ങോട്ട് തിരിച്ചെടുക്കാൻ ഗതികെട്ടപ്പോ ആ സ്കൂളിന്റെ ഉത്തരത്തിൽ തന്നെ കെട്ടിത്തൂങ്ങി അച്ഛൻ ജീവൻ ഒടുക്കി. അതോടെ അച്ഛനും പോയി, സ്കൂളും പോയി. അങ്ങനെയുള്ള ഒരു അച്ഛന്റെ പേരിൽ തുടങ്ങിയ സ്കൂളാ അത്. അതിനെന്ത് മാനക്കേടുണ്ടായാലും കളങ്കപ്പെടുന്നത് മരിച്ചുപോയ അച്ഛന്റെ സൽപ്പേരാ. അളിയനെ ഞാൻ കാണുന്നത് ഏട്ടന്റെ സ്ഥാനത്താ, ഈ കുടുംബത്തിലെ വലിയേട്ടൻ. അങ്ങനെയുള്ള ഒരു ഏട്ടന്റെ അടുത്തുനിന്ന് ഇങ്ങനെയുള്ള മാനക്കേടുണ്ടായാൽ അത് സങ്കടം ഉണ്ടാക്കും. ചന്ദ്ര, ഞാൻ കാരണം നീ സങ്കടപ്പെട്ട പിന്നെ ഈ അളിയൻ വട്ടപ്പൂജ്യ. ആരെയും മാനം കെടുത്താനോ കളങ്കപ്പെടുത്താനോ വേണ്ടി ചെയ്തതല്ല. ഒരു നിമിഷം ഞാൻ നീയായിപ്പോയി. ആ റേഷൻ കടക്കാരൻ വേലായുധൻ അരി മറിച്ച് വിൽക്കുന്ന കാര്യം ആരോ ഒറ്റിക്കൊടുത്തപ്പോ ഇൻസ്പെക്ഷൻ ആള് വന്നു. പെട്ടെന്ന് സ്റ്റോക്ക് ഫില്ല് ചെയ്യാൻ വേറെ മാർഗമൊന്നും ഇല്ലാതായപ്പോ അവൻ എൻ്റെ അടുത്ത് ഓടി വന്ന് ഈ കാര്യം പറഞ്ഞു. ഇല്ലെങ്കിൽ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യും മാധവേട്ടാന്ന് പറഞ്ഞു. എന്നെ പോലെ തന്നെ 3-4 പെമ്മക്കളുള്ളവനാ. അവൻ എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞപ്പോ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി നമ്മുടെ ഗോഡൌണിൽ നിന്ന് 1 ലോഡ് അരിയെടുത്ത് കൊടുത്തു. ഒരാഴ്ചക്കകം തിരിച്ചു തരാമെന്ന് പറഞ്ഞാ പോയത്. പക്ഷെ പെട്ടെന്ന് നീ വന്നപ്പോ ആ ഒരു വെപ്രാളത്തിൽ അവൻ തിരിച്ചു തന്ന അരി ഓൾഡ് സ്റ്റോക്കായി പോയി. അതാ ഉണ്ടായത്. ആരായാലും കൺമുമ്പിൽ വന്ന് കരഞ്ഞു കൈനീട്ടിയ അവരെ വെറും കൈയോടെ തിരിച്ചയക്കരുതെന്ന് നീ തന്നെയല്ലേ പറയാറ്? അല്ലാതെ അരി മറിച്ചു വിറ്റ് ജീവിക്കാൻ എനിക്കെന്ത് ഗതികേടാ ഉള്ളത്? ഞാൻ പുരമനയിൽ ചന്ദ്രന്റെ അളിയനാടാ. എന്നാ പിന്നെ ഈ കാര്യം അളിയൻ ആരോടെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ? വെറുതെ എല്ലാരെ കൊണ്ട് പറയിപ്പിക്കാൻ. അല്ല, അത് പിന്നെ അങ്ങനെ പറ്റിപ്പോയി. സോറി അലി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അരി ആയാലും ആനയായാലും നോ തിരിമറി. അപ്പോഴേ കാര്യങ്ങളൊക്കെ ഒരു ഉഷാറാകും. തുടങ്ങിയ 2 കൂടി തല്ലൂടാൻ. നീ കരയാതെ. അപ്പോ അത് അവക്കാൻ കൊടുത്തേക്ക്. നിനക്ക് ഇതുപോലെ ഒരെണ്ണം വെളിച്ചം വാങ്ങിച്ചു തന്നിട്ടില്ലേ? അതിന്റെ തലമുടി നീലയാ, ഇത് പച്ചയാ. അപ്പോ അവിടെ എന്താ ഇത്? ഞാൻ വെച്ചിട്ടുണ്ട്. എന്തിനാ മോള് കരയുന്നത്? വേണ്ട ഞാൻ സോൾവ് ചെയ്തോളാം. ഞാനും വരാം തൃശൂർ പൂരം കാണാനേ. ഇതാണ് കുറ്റിച്ചിറ ജംഗ്ഷൻ. അനിയാ, ഞങ്ങൾ കുറ്റിച്ചിറ ജംഗ്ഷൻ അന്വേഷിച്ച് വന്നതല്ല, പിന്നെ വേറെ അന്വേഷിച്ച് വന്നതാ. വേറെ? ആ ബാപ്പ കാശ് കൊടുക്ക്. ചില്ലറയില്ല, 1000ന്റെ നോട്ടാ. ഇതിപ്പോ എന്റെ വാപ്പാൻ അന്വേഷിച്ചു വന്നാ നിന്റെ വാപ്പാൻ അന്വേഷിച്ചു കൊടുത്തോ? എന്തൊരു മാറ്റാ. ആദ്യം ആ കടയിലൊന്ന് ചോദിക്കാം. ഇവിടെ ആരും ഇല്ലേ? കടക്കാരാ? കടക്കാരനോ? ഞാനേ ഇന്ന് വരെ ഒരാൾക്ക് 5 ഉറുപ്പ് കൊടുക്കാനില്ല. എല്ലാരും എനിക്ക് ഇങ്ങോട്ട് തരാനാ. അല്ല, ഇന്നെ കടക്കാരൊക്കെ വന്നിക്ക. നിങ്ങൾ കാര്യം പരികോയേ. ഒരു നാടൻ നാറി, സോറി, 2 നടന്നീണ്ട് സർവത്ത്. അങ്ങനെ പറയേ. അല്ലളിയാ, നമ്മളിവിടെ സർവത്ത് കുടിക്കാൻ വന്നതാ. ഇവിടെ ഒരു അന്തരീക്ഷം ഒന്ന് ക്രിയേറ്റ് ചെയ്യട്ടെ, എന്നിട്ട് വരെ അന്വേഷണം. അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് അന്വേഷിക്കാൻ ഇതെന്താ CBI ഡയറി കുറിപ്പാ? അപ്പോഴേ ഈ കോയുടെ കറക്റ്റ് ഉത്തരം കിട്ടൂ. അതിനാണ് ഈ സർവത്ത്, അല്ലാതെ കുടിക്കാനല്ലേ. പോയി ചോദിക്കാം. എക്സ്ക്യൂസ് മീ. ഐസ് വന്നിട്ടില്ലല്ലോ. വേണ്ട, എന്റെ പേര് സുലൈമാൻ. എന്റെ പേര് അദ്ദൈമാൻ. അല്ലല്ലല്ല. പിന്നെ എന്റെ ഉമ്മയും ബാപ്പ എനിക്കിട്ട പേരാ കേട്ടാ. നിങ്ങൾ 2 പേർ എന്റെ പേര് മാറ്റി ഓട്ടോറിക്ഷ എടുത്ത് പോന്നിക്ക. കാര്യം പറയുകോയേ. അതായത് ഏതായത്? അനിയനോ ഞാനോ? എന്റെ കുടുംബത്തിലെ മൂത്താൻകുട്ടി ഞാനാ. എനിക്ക് 4 ആൺകുട്ടികൾ വേറെയുണ്ട്. കാര്യം പറയുകോയേ. വെറുതെ അല്ല ഇയാളുടെ കടയിൽ ആള് ഇവിടെ ഒരു മൊയ്തീനാജി ഉണ്ടല്ലോ. ഇവിടെ ഒരു മൊയ്തീനാജി അല്ല, 8 മൊയ്തീനാജി. 8? ഇതെന്താ മൊയ്തീനാജിമാരുടെ സൂപ്പർ മാർക്കറ്റ്? അല്ല, അപ്പൊ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് എടുത്ത മൊയ്തീനാജി അങ്ങനെ പറയും. മൊബൈൽ പോയിട്ട് പള്ളി പോയില്ലേ? ആയിക്കോട്ടെ, ഞങ്ങൾക്ക് വേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ സുലൈമാന്റെ വാപ്പ മൊയ്തീനാജി. ഇയാളുടെ ഒരു മോൻ മുമ്പ് നാട് വിട്ടുപോയി. അതെ, ഓന്റെ പേര് സുലൈമാൻ. ആണല്ലാത്തോടത്തിന് ആരെങ്കിലും സുലൈമാന്റെ പേര് പിന്നെ ഓൻ 5-6 കൊല്ലായി തിരിച്ചു വന്നിട്ട് ഇപ്പൊ കുടുംബമായി സുഖമായി ജീവിക്കാം. എന്തേ ഓനെ വിളിപ്പിക്കണോ? വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് തിരിച്ചു വരാത്ത സുലൈമാന്റെ ബാപ്പാനെ. അയ്യോ, നിങ്ങൾ ഇത്രയും പറഞ്ഞത് ഒരു വാസ്തവം ഞാൻ പറയട്ടെ. 8 മൊയ്തീൻ ഹാജിമാരിൽ 3 ആൾക്കും സുലൈമാന്റെ പേരുള്ള മക്കളുണ്ട്. ആ 3 പേരും ഇവിടുന്ന് നാട് വിട്ടുപോയതാ.
അതിൽ ഒരുത്തന്റെ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ രണ്ടാമത്തെ ഇക്കഴിഞ്ഞ വലിയ നാക്കിന് തിരിച്ചു വന്നു. ഓനും കുടുംബമായി ജീവിക്കാം. പിന്നെ മൂന്നാമത്തെ മതി മതിയെങ്കിൽ മതി. അപ്പൊ മൂന്നാമത്തവെന്ന് പറഞ്ഞവന്റെ വാപ്പ തന്നെ നിന്റെ വാപ്പ. കാര്യങ്ങളൊക്കെ ഏതാണ്ട് വേറോ അടുത്ത് വരുന്നുണ്ട്. അതെ, ആ മൂന്നാമത്തവന്റെ വാപ്പയുടെ വീടെന്ന് പറഞ്ഞത്. അല്ല നിങ്ങൾക്ക് വേണ്ടത് വീടോ അത് ആളെയോ? ആളെ. അതിനെന്തെങ്കിലും വീട്ടിൽ പോകുന്നു മൂപ്പരെല്ലാം നിക്കണ. നമ്മളപ്പ തന്നെ ഓനെ എടുത്ത് ആശുപത്രിയിലാക്കി. പടച്ചോന്റെ കൃപ കൊണ്ട് മയ്യത്തായില്ല. പടച്ചോന്റെ അല്ല ആചാര്യ കൃപ കൊണ്ട്. കറക്റ്റ്, അത് നിന്റെ വാപ്പ തന്നെ. കണ്ടില്ല ചന്തിയോറിയത്? നീ എന്തിനാ കരയുന്നത്? കരഞ്ഞതല്ല, കണ്ണി കരട് പോയതാ. ഊതിയേ. വാ വിളിച്ചിരിക്കാതെ അങ്ങനെ ചെല്ലടാ. അത് കലക്കി ഹാജിയാരെ. ബാപ്പാ, ബാപ്പാ, ബാപ്പാ. വാപ്പയാ? ആരിക്കട വാപ്പ? എന്റെ ബാപ്പ. ഇത് ഞാനാണ് ബാപ്പ. ബാപ്പാന്റെ മോൻ സുലൈമാൻ. പണ്ട് നാട് വിട്ടുപോയ സുലൈമാൻ. ബാപ്പ. നാട് വിട്ടുപോയി സുലൈമാനോ? എന്റെ മോൻ നാട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയാടാവും വന്നത്. അതിനിടയ്ക്ക് വേറൊരു സുലൈമാനാ. അന്നെ കണ്ടിട്ട് തന്നെ മോത്തൊരു കള്ള ലക്ഷണുണ്ടല്ലോടാക്കി മാറി. അങ്ങാടി തെണ്ടിട്ടാണടാ വാപ്പാഞ്ഞി ഉണ്ടാക്കുന്നത്. അളിയനാ? ആദ്യം അനക്ക ഞാൻ വാപ്പയാ, ഇപ്പൊ അളിയനാ. അന്റെ ഏത് പെങ്ങളെയാടാ നമ്മൾ കെട്ടിയാക്കി മാറേ. ഈ കൊട നിന്റെ പള്ളക്ക് അങ്ങോട്ട് കയറ്റാനുണ്ടല്ല. അടുത്ത വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും കഴിഞ്ഞ് നമ്മൾ ഇതിങ്ങോട്ട് ഊരിയെടുക്കുന്നു. മതി മോന്തിയത്. സ്വന്തം സമ്പാദ്യതൊന്നും അല്ലല്ലോ വച്ച് കീറണത്. ഈ തന്തയുടെ ബ്ലേഡ് കാശിന്നല്ലേ? എടാ ബുദ്ധി വേണടാ ബുദ്ധി. പണ്ടവന്റെ തന്തയുടെ കയ്യിനെ ബ്ലേഡിന് കാശിന് പകരം LP സ്കൂളിന്റെ പ്രമാണം തന്നെ പിടിച്ചു വാങ്ങിച്ചത് അത് വെച്ച് 4 കാശ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാ. പക്ഷെ ആ പൊരമനയുടെ പുനാര മോൻ എന്നവിടെ ധർമ്മസ്ഥാപനം കെട്ടിപ്പൊക്കിയോ അന്ന് മുതൽ നമ്മുടെ സ്കൂളിന് മുടിവാ. അവനെയും അവന്റെ നശിച്ച സ്ഥാപനത്തെയും വേരോടെ പിഴുതെറിയാൻ മൂക്കിന്റെ തുമ്പത്തൊരു അവസരം കിട്ടിയപ്പോ അതങ്ങ് ചീറ്റിച്ച് കളഞ്ഞു. കഴുത മസിലും പെരുപ്പിച്ച് 4 ഉണ്ണാക്കന്മാരെയും കൊണ്ട് അവിടെ ചെന്ന് നീ എന്നാ ഉണ്ണാക്കളാ ഉണ്ടാക്കിയേ? ഓ, ഒരു പെട്ടിക്കോളം വാർത്തെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞോടാ എനക്ക്. എന്നിട്ട് കുത്തിയിരുന്ന മോന്ത കഴുത. അപ്പാ സായന പത്രത്തിലല്ല, ദിനപത്രത്തിൽ വരും, ഫ്രണ്ട് പേജിൽ. ഈ വാർത്തയല്ല, ഇതിലും ചൂടുള്ള വാർത്ത. അതോടെ കേരളക്കര മുഴുവൻ അറിയും അവന്റെ സ്കൂളിന്റെ മാഹാത്മ്യം. ആ കാര്യത്തിൽ ഞാൻ അപ്പന്റെ മോൻ തന്നെ അപ്പാ. ചന്ദ്രേട്ടനോട് പറഞ്ഞ നമ്മുടെ കല്യാണം എപ്പ നടന്നു ചോദിച്ചാ മതി. പക്ഷേ ഏട്ടനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്ത്? നിന്നെ ഞാൻ കെട്ടാൻ വരുന്നത് ഒരു കൊടി വെച്ച കാറിലായിരിക്കും. ഓ, കൊടി വെച്ച കാറിലെ കെട്ടാൻ വരുമെന്ന് അത്രയ്ക്ക് ഇങ്ങനെ നിർബന്ധാണെങ്കിൽ എന്നെ കെട്ടാൻ വരുമ്പോ ഒരു കൊടി വാങ്ങി കിട്ടിയ പോരെ? ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞേ. ഈ മന്ത്രികുമാരൻ കൊടിയും വടിയും പിടിച്ച് എന്നെ കെട്ടാൻ വരുമ്പോഴത്തേക്കും ആ മീശപ്പട്ടാളെയും എഴുന്നള്ളും. അയാള് വന്നാലേ കല്യാണല്ലേ മാഷെ നടക്ക അടിയന്തര. അയാൾക്ക് ഇതിൽ എന്ത് കാര്യം? അയാൾ കെട്ടിയ നിന്റെ ചേച്ചിയല്ലേ, നിന്നെ ഒന്നുമല്ലല്ലോ. അത് തന്നെ അയാളുടെ ഉദ്ദേശം. ചില നേരത്തെ അയാളുടെ നോട്ടം കണ്ട അയാൾക്ക് ഞാനും ചേച്ചി ഒരുപോലെയാ. മുമ്പിൽ നിൽക്കാൻ കൂടെ പേടിയാ എനിക്ക്. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചന്ദ്രനോട് സംസാരിച്ചതാ. ഏട്ടൻ പറഞ്ഞത് നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവരാനാ. പക്ഷേ അതല്ലല്ലോ അതിന്റെ ശരി. ഏട്ടന് കല്യാണാലോചന നടക്കുമ്പോ അനിയൻ കല്യാണം കഴിക്കാന്ന് പറയുന്നത് മോശമല്ലേ? ഇവരെന്താ ഇവിടെ? എന്തായാലും ചേച്ചി പട്ടാളം ലാൻഡ് ചെയ്യുമ്പോഴല്ലേ, അത് നമുക്ക് അപ്പം നോക്കാം. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ കുടിച്ച കാപ്പിക്ക് കാശ് കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടോ. ഇനി ഇവിടെ നിന്നാൽ ആരെങ്കിലും ഒക്കെ കാണും, അതോടെ എന്റെ പാർട്ടി നാറും. നിനക്കറിയില്ലേ, ഖദറിട്ട യുവ നേതാക്കൾക്ക് പ്രണയം നിഷിദ്ധമാണ്. ഇങ്ങനെ പോയ അവസാനം ഈ ഖദറെ കാണൂ. അല്ല, ഈ ഖദറും കാണും. പോട്ടെ കാതലി. മന്ത്രിയുടെ PA 105. താങ്ക്സ്. എന്താ? മാത്യു, ആ ടീച്ചർ അങ്ങോട്ട് വരുന്നുണ്ട്. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. തൽക്കാലം അവളുടെ മുമ്പിൽ നീയാണ് PA. യഥാർത്ഥ PA ഞാൻ അങ്ങനെ പാട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അല്ല, വല്ല കുഴപ്പമാവോ? കുഴപ്പമാ നീ അവളെ കയറി പിടിക്കാനൊന്നും പോണ്ട. സർക്കാർ അവിടെ ഇരുത്തിയാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ. യെസ്, കം ഇൻ. നമസ്കാരം സർ. യെസ്. ഞാൻ ചാക്യാർകൂത്ത് വിദ്വാൻ തിരുമുൽപ്പാടിന്റെ മകളാ. എന്താ കാര്യം? ഞാൻ ആ പെൻഷന്റെ കാര്യം സംസാരിക്കാൻ. ഇരിക്കൂ. ടീച്ചർ എന്താ ഇവിടെ? ഗണേശ, ഞാൻ അച്ഛന്റെ പെൻഷന്റെ കാര്യം സംസാരിക്കാൻ.
മന്ത്രിയുടെ പിയെ. മന്ത്രിയുടെ പിയെയാ? ആ, ഇവനാ? അതെ, താനാരാ? ഇപ്പൊ കേരളം ഭരിക്കുന്ന മന്ത്രിമാരുടെ ഒരു പിയെയും യുവജന പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ പുരമനയിൽ ഗണേഷ് കുമാറിനോട് ഈ ചോദ്യം ചോദിക്കില്ല. താൻ എന്ന് മുതലാണോ CC പണി നിർത്തി കതറിട്ടത്? ഏത് മന്ത്രിയുടെ പിയെയാ നീ? ടീച്ചറെ, ഇത് കളി വേറെയാ. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന പെമ്പിളരെ വിളിച്ചു വരുത്തി കതറിട്ട് കളിക്കുന്നോടാ. ടീച്ചറെ, പൊക്കോ, പൊക്കോ. അങ്ങനെ അങ്ങ് പോകാതെ ടീച്ചറെ. ടീച്ചറെ, പന്നി, ഇതുപോലുള്ള പാവങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ട് വേണം നിനക്ക് ഞങ്ങളോട് മതിടാ, പൂച്ചക്കുട്ടിക്ക് വെച്ച കണിയിൽ വീണത് പുലിക്കുട്ടി. അവളോടൊപ്പം അവനകത്ത് കിടക്കുമ്പോ പത്രവാർത്തക്ക് ഇമ്പം കൂടും. ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തേക്ക് ചെല്ലേ. വരൂ. ഈ മനസ്സറിയാഞ്ഞിട്ടല്ല, മോള് പറയരുതെന്ന് പറഞ്ഞതുകൊണ്ടാ. പക്ഷേ അതിങ്ങനൊരു ചതിയാവുന്ന ഈശ്വരനോ. ചതിയായി പോകും, അതാ കാലം. ആ നേരത്തെ ഗണേശൻ അവിടെ എത്തിയതുകൊണ്ട്. അതല്ലെങ്കിലോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ നമ്മളൊക്കെ? എന്റെ അച്ഛന്റെ നല്ല ചങ്ങാതിക്ക് അവശകലാകാരന്റെ പെൻഷൻ കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ. കരയണ്ട, ചെല്ലേ. സോറി ചന്ദ്ര, ഇതൊരു ഫാമിലി ടഗാണെന്ന് അറസ്റ്റിന് ശേഷം മനസ്സിലായത്. ചന്ദ്രൻ ഒരു കംപ്ലൈന്റ് എഴുതാം, ഞാൻ അവനെതിരെ ആക്ഷൻ എടുക്കാം. ഏയ് വേണ്ട. ചൂടുള്ള വാർത്തയാ, വായിച്ച് വളരെ ചൂടുള്ള വാർത്ത. മകളെ, പുരമനയിൽ ചന്ദ്രന്റെ ഗുരുകുല ശിഷ്യന്മാരെ കൊണ്ടുപോയി വായിച്ച് പഠിക്കേ. നമ്പുരാനെ, നമ്മൾ എന്താ കാണുന്ന ഉടമയുടെ അനുജനും വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ്. വായിച്ചില്ലേ? സ്വന്തം തന്തയുടെ പേര് നമ്മുടെ ഗൾഫുകാരൻ നടത്തുന്ന സ്കൂളിന്റെ മാഹാത്മ്യം. ചാക്കോയെ, ചന്ദ്രൻകുഞ്ചിന്റെ സ്കൂളിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പടച്ചോൻ പൊറുക്കൂല കേട്ടോ. ഓ, അവന്റെ ഒരു സ്കൂള് വെറുതെ അല്ല അഡ്മിഷൻ ഫീസും സെക്യൂരിറ്റി കാശും ഒന്നും മേടിക്കാതെ അവന് ഏർപ്പാട് ചെയ്യുന്നത്. കൂട്ടിക്കൊടുപ്പല്ലേ പണി. കൈ നിറയെ കാശും കസ്റ്റഡി പെണ്ണും. പിന്നെ പെണ്ണ് കെട്ടിയില്ലെങ്കിൽ എന്താ? ഒരു വെടിക്ക് രണ്ടല്ലേ പക്ഷികള്. എന്റെ അപ്പം നടന്ന വിദ്യാഭ്യാസ കച്ചവടം തന്നെ സംഭവിച്ചു. പക്ഷെ അവൻ നടത്തുന്നതോ വ്യഭിചാര കച്ചവടം. ആ അല്ലോട്ട് ചേഞ്ഞോടാ. ഓ, കംപ്ലീറ്റ് ഓക്കെ. എങ്കിൽ കേരള മക്കളെ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? ഇപ്പോഴല്ലേ ചാക്കോ അപ്പന്റെ മോനായത്. എന്നെ മാനം കെടുത്താൻ പാവങ്ങളുടെ മാനം വിറ്റ് നീ പത്രം അറിയാണേ. നിന്റെ തറവാട്ടിലെ ആ തന്തയ്ക്ക് പറക്കാത്ത കാരണവന്മാരെ പണ്ടില്ലാത്ത പലിശയും കൂട്ടുപലിശയും ചേർത്ത് കാട്ടിക്കൂട്ടിയ ചെറ്റത്തരത്തിന്റെ പേരില് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അച്ഛന്റെ സമ്പാദ്യം മാത്രമല്ല, അച്ഛന്റെ ജീവനും കൂടിയാ. അങ്ങനെ ഗതികെട്ടപ്പോഴാ ചന്ദ്രൻ കടല് കടന്നത് കാശുണ്ടാക്കാൻ. എന്റെ അച്ഛനോട് നിന്റെ അപ്പൻ ചെയ്തതിന്റെ കണക്ക് തീർക്കാൻ അന്ന് ആ തറവാട്ടിലോട്ട് കയറി വരാൻ ചന്ദ്രന് കരുത്തുണ്ടായിരുന്നില്ല. ഇന്ന് കരുത്തുകൊണ്ട് കൈ നിറയെ കാശുണ്ട്. ഈ കാണുന്ന കയറും കള്ള പലിശയും വെച്ച് ഇനി ചന്ദ്രനോട് ഉശിര് കാണിക്കാൻ വന്നാൽ അപ്പനെ മോനെ കൂട്ടിക്കെട്ടെ കൊണ്ട് ഉഷാറാക്കും ഞാൻ. മനസ്സിലാടാ?
ഇങ്ങനെയുള്ളവര് ധാരാളം ഉണ്ട് നമ്മുടെ നാട്ടില്. അധ്വാനിച്ച് നാല് കാശുണ്ടാക്കിയാൽ കണ്ണേടിയാ. അസൂയെ മൂത്ത് മഞ്ഞപ്പിത്തം വന്നതാ ആ അപ്പനും മോനും. ഇത്രയും കാലം അസൂയക്ക് മരുന്നില്ലായിരുന്നു. ഇന്നലെ ഈ അളിയൻ അതിനൊരു മരുന്ന് കണ്ടെത്തി. അതെന്താണാവോ? കണ്ണടച്ചങ്ങ് പെരുമാറുക, അത്ര തന്നെ. വാ മോളെ. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലുള്ള മരുന്നുകൾ നല്ലതാ. വാ മോളെ. ഇതാണ് എന്റെ മോൾ നിർമ്മല. കാര്യങ്ങളൊക്കെ അമ്മാവൻ പറഞ്ഞു കാണുമല്ലോ. ആ നിർമ്മല. ഏട്ടാ ഞാൻ തന്നെ നോക്കിയാ മതിയാ? വേണ്ട, ഞാൻ നോക്കിയാ മതി. ഭാവിയിൽ ഏട്ടത്തിയമ്മയാകാൻ പോകുന്ന ഒരാളെ നീ നോക്കുന്നത് ശരിയല്ല. അപ്പൊ ഇതാണ് അത്. ഏത്? ഏട്ടത്തിയമ്മ. ഷുവർ? 101%. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് കണ്ട്. അപ്പൊ എങ്ങനെയാ ഭാവി പരിപാടികൾ? ഇവർക്കിഷ്ടാണെങ്കിൽ അധികം വൈകാതെ കല്യാണം. എന്താ ഇവിടെ നിക്കണേ? ഉറങ്ങണില്ലേ? ഉറക്കം വരണില്ല. എന്റെ കുട്ടിക്ക് ഒരു കുടുംബം ഉണ്ടായി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളല്ലേ? സന്തോഷം കൊണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞ എന്താ പറയാ? ഇല്ല, തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. കണ്ടിഷ്ടാവുകയാണെങ്കിൽ പറയാന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല, ജാതകപ്പൊരുത്തവും പ്രായവ്യത്യാസവും മാത്രല്ലല്ലോ. അവന്റെ സമ്പാദ്യത്തിനും സൗന്ദര്യത്തിനും യോജിച്ചൊരു പെണ്ണ് തന്നെ വേണ്ടേ? എല്ലാം കൂടെ ഒത്തു വന്നപ്പോ ഒന്ന് പോയി കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇഷ്ടായ സ്ഥിതിക്ക് ഇനി അത് പറയാതിരുന്ന അതൊരു തെറ്റായി പോകും. തെറ്റോ? ആ കുട്ടിയെ ഒരിക്കൽ കല്യാണം കഴിപ്പിച്ചയച്ചു. ഇല്ല, അധികം കാലമൊന്നുമില്ല, വെറും 4 ദിവസം. ഭർത്താവ് മരിച്ചു, ആക്സിഡന്റ് ആയിരുന്നു. എന്തൊക്കെയായി പറയണേ? എങ്ങനെ തോന്നി എന്റെ കുട്ടിയോട് ചെയ്യാൻ? പറയാറുന്നില്ലേ? എല്ലാരും കൂടി വേഷം കെട്ടിച്ചല്ലോ എന്റെ കുട്ടിയെ. ഇല്ല, അങ്ങനെ ഞാൻ അവനെ വേഷം കെട്ടിക്കുന്നു തോന്നുന്നുണ്ടോ? ഈശ്വരനെ പ്രാർത്ഥിച്ച് രാവും പകലും ഇല്ലാതെ അന്വേഷിച്ചത്. പക്ഷെ കിട്ടണ്ടേ എന്ന് കരുതി ഒരിക്കൽ കല്യാണം കഴിപ്പിച്ച ഒരു പെണ്ണിനെ എങ്ങനെ തോന്നി? എല്ലാവരുടെയും കടവും ബാധ്യതയും തീർക്കാൻ നാട് വിട്ടു പോയതാ എന്റെ കുട്ടി. അവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ച നശിച്ചു പോയി കുടുംബം. ലക്ഷ്മി, ഞാൻ വേണ്ട, അത്രയ്ക്ക് മോശക്കാരനൊന്നുമല്ല എന്റെ കുട്ടി. ഞാൻ പറഞ്ഞോളാം അവനോട്. ഇപ്പോഴത്തെ കാലത്തൊരു കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ ചെലവ്? കയ്യിൽ കാശുള്ള കാര്യം നാട്ടുകാർക്കൊക്കെ അറിയുകയും ചെയ്യാം. എന്തായാലും ദേഹണ്ണത്തിന്റെ ഉത്തരവാദിത്തം കുഞ്ഞിക്കണ്ണേട്ടനെ ഏൽപ്പിക്കാം. ഇപ്പോഴേ കാര്യങ്ങളൊക്കെ ഉഷാറാവും. കാര്യം വല്യച്ഛന്റെ പൊന്നമ്പിളി ഉറങ്ങിയില്ല. എന്തിനാ വല്യച്ഛയുടെ ഒറ്റയ്ക്ക് വർത്താനം പറയുന്നേ? അതോ, വല്യച്ഛൻ ഒരുപാട് കാലം അക്കരെ പോയി ഒറ്റയ്ക്കല്ലേ താമസിച്ച്. അന്നാരുമില്ലാതെ മുറിയിൽ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോ ചുവര് നോക്കി വർത്താനം പറയും, ഒരു മനസമാധാനത്തിന്. പിന്നെ അതങ്ങനെ ഒരു ശീലമായിപ്പോയി. മോള് കിടന്നുറങ്ങിക്കോ കേട്ടോ. ആരാ ഇത്? ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. വേറൊന്നുമല്ല, ഈ ദേഹണ്ണത്തിന്റെ കാര്യം കുഞ്ഞിക്കണ്ണേട്ടനെ ഏൽപ്പിക്കാം. അച്ഛന്റെ കാലത്തുള്ള ഒരാളല്ലേ, അത് അച്ഛന് സന്തോഷാവും. വേണ്ട, ആരെയും സന്തോഷിപ്പിക്കണ്ട എന്റെ കുട്ടി. അമ്മയോട് പോലും പറഞ്ഞില്ല അമ്മാവൻ. ഈ കല്യാണം നമുക്ക് വേണ്ട. കല്യാണം വേണ്ടാന്നോ? എന്ത് പറ്റി അമ്മേ? വേണ്ടെന്ന് തന്നെയാ. 4 ദിവസമായാലും 40 ദിവസമായാലും ഒരാള് കെട്ടിയ പെണ്ണിനെ എന്റെ കുട്ടിക്ക് വേണ്ട. അങ്ങനെ 2ാം കെട്ടിന് ആളാവാൻ അത്രയ്ക്ക് മോശക്കാരനൊന്നും അല്ല നീ. കള്ളം പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട്
വേഷം കെട്ടിച്ചു അമ്മ അല്ലേ? എന്നും ഈ കണ്ണീര് കണ്ടിട്ടല്ലേ നീ പടി ഇറങ്ങാറുള്ളൂ? അതേ കണ്ണീരോടെ പറയുക അമ്മ. പൊയ്ക്കോ, തിരിച്ചു പൊയ്ക്കോ എന്റെ കുട്ടി. യോഗം ഉണ്ടെങ്കിൽ ഈശ്വരൻ കൊണ്ട് തരും. ഇതാ തുടങ്ങി കരയാൻ. വേണ്ടെങ്കിൽ വേണ്ടമ്മേ, എല്ലാവർക്കും സന്തോഷമാവണത് മതി എനിക്ക്. അതല്ലെങ്കിലും ഈ കല്യാണത്തിലൊന്നും വലിയ കാര്യമല്ലമ്മേ. വാജ്പേയി കല്യാണം കഴിച്ചിട്ടാ ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചത്. പിന്നെ അമ്മ പറഞ്ഞ പോലെ യോഗ ഉണ്ടെങ്കിൽ ഈശ്വരൻ കൊണ്ട് തരും. എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ പോവാ. ഞാൻ നാളെ തന്നെ തിരിച്ചു പോവാ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട് എന്താ ഇത്ര പെട്ടെന്ന് തിരിച്ചു പോകണമെന്ന് കുട്ടികൾ ചോദിച്ചാല് അബുദാബിന്ന് ഷെയ്ഖിന്റെ വിളി വന്നു എന്ന് ഞാൻ കള്ളം പറഞ്ഞോളാം. ബാഗൊക്കെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. കുറ്റിച്ചിറ സുലൈമാന്റെ പ്രവചനം ഫലിച്ചു. എന്തായിരുന്നു ഈ വരവിൽ കേരളക്കരയിൽ സംഭവിക്കാൻ പോകുന്ന 2 മഹാത്ഭുതങ്ങൾ? നീ നിന്റെ ബാപ്പയെ കണ്ടുമുട്ടുന്നു, ഞാനൊരു പെണ്ണ് കെട്ടുന്നു. രണ്ടും നടന്നു. ഇനി പോവാ. ഇതെന്താ ആരും ഒരുങ്ങാത്ത? 10:30 മണിക്കാ ഫ്ലൈറ്റ്. വരുമ്പോഴും പോകുമ്പോഴും അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ വേണമെന്ന് പറയണതല്ലേ ഞാൻ. ഇത്രയും കാലമായിട്ട് അത് പിന്നെയും പറയണം. വന്ന് കയറിയപ്പോ മുതല് ഇതിലേക്കായിരുന്നല്ലോ നിന്റെ നോട്ടം. 1.5 ലക്ഷം രൂപ വില വരും. ഇനി ഇത് വിറ്റ് പാർട്ടി ഉണ്ടാക്കണ്ട. എന്താടാ കരയുന്ന? ഈ വരവിലെങ്കിലും ഏട്ടനൊരു സഹിക്കാൻ പറ്റുന്നില്ല. ഇതാ ഉള്ള കുഴപ്പം. എല്ലാവരും ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാൻ ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പോണത്. ഒന്നും സാരമില്ല. എന്റെ കുട്ടി പറഞ്ഞ പോലെ എനിക്കൊരാളെ ഈശ്വരൻ കൊണ്ടുതരും. മൈ മോനന്തി പൂമുഖത്തിരിപ്പുണ്ട്. ഞാൻ ഇറങ്ങായി. 10-22 വർഷം മുമ്പ് ഞാൻ ഈ പടിയിറങ്ങുമ്പോ നന്നായി വരട്ടെ ഈശ്വര എന്ന് പറഞ്ഞ് എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച അമ്മാവന് ഇന്നിപ്പോ എന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും. ചന്ദ്ര, മക്കളില്ലാത്ത എനിക്ക് നീയൊരു മോന. കരുതി കൂട്ടി മറച്ചു വെച്ചതല്ല. തെറ്റായി പോയെങ്കിൽ പൊറുക്കണം. എന്താ ഇത്? അമ്മാവൻ എന്റെ മുമ്പിൽ നിന്ന് കണ്ണു നിറക്കേ? അതല്ലെങ്കിൽ ആരാ ഇപ്പൊ ഇവിടെ തെറ്റിയത്? അക്ഷരം പഠിക്കണ കുട്ടികളുടെ മുന്നിൽ ഇല്ലാതായി പോയി എന്ന് തോന്നിയപ്പോ ആ സ്കൂളിന്റെ ഉത്തരത്തിൽ തന്നെ കെട്ടിത്തൂങ്ങി ജീവിതം അവസാനിപ്പിച്ച അച്ഛന്, അങ്ങനെ ഗതികേടിലായിപ്പോയ ഈ കുടുംബത്തിന് കരകയറാൻ കടം വാങ്ങിയിട്ടാണെങ്കിലും കാശ് കൊണ്ടു തന്ന് കപ്പൽ കയറാൻ എന്നെ നിർബന്ധിച്ച ഈ അമ്മാവനോ? ആരാ തെറ്റിയത്? അതോ ഈശ്വരനോ? ആദ്യം പോയ കടം വീട്ടാൻ 5-8 കൊല്ലം കഷ്ടപ്പെടേണ്ടി വന്നു. തിരിച്ചു വരുമ്പോ കണക്കൂട്ടിയിരുന്നു ഒരു കല്യാണം. അപ്പതാ ഇവന് തറവാട്ടി പറഞ്ഞൊരു പെണ്ണിനോട് പ്രേമം. അതിന്റെ പേര് തല്ലും വഴക്കും ഒക്കെ ആയപ്പോ സഹിച്ചില്ല, അതങ്ങോട്ട് നടത്തി. അടുത്ത വരവിന് ഇവന്റെയും എന്റെയും കല്യാണം ഒരുമിച്ച് ഒരു പന്തലി വെച്ച്. അതെല്ലാവർക്കും ഒരു സന്തോഷമാവുമല്ലോ എന്ന് കരുതി. പക്ഷെ അന്വേഷിച്ചു വന്നപ്പോ ഒത്തത് ഇവന്, എനിക്കൊട്ട് ഒത്തതുമില്ല. ഉടനെ ചെല്ലെന്ന് പറഞ്ഞ അബുദാബിന്ന് വിളിയും. ഓരോന്നിനും ഓരോ ഇന്നതുണ്ട്, അത്ര തന്നെ. പിന്നെ ഇപ്പോ എനിക്ക് കുട്ടികളും കുടുംബവും ഇല്ല എന്നുള്ള പേരിലാണ് ഈ സങ്കടം എന്ന് വെച്ചാൽ അത് വേണ്ട. ഈ കാണുന്നൊക്കെ എന്റെ കുട്ടികളാ, അല്ലടാ മക്കളെ? കണ്ടില്ലടാ, ഈ വല്യച്ഛൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവർക്ക് ഈ തന്തമാരൊക്കെ. പിന്നിപ്പോ അമ്മയ്ക്ക് ഊണിലും ഉറക്കത്തിലും എന്റെ കുട്ടിയെന്ന് സ്വാതന്ത്ര്യത്തോടെ പറയാൻ ഒരാൾ വേണ്ട ഈ കുടുംബത്തില്. ഇവരെ ഒന്നും അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ, ഇവരൊക്കെ അച്ഛന്മാരായി പോയില്ലേ, അല്ലേ അമ്മേ? സങ്കടപ്പെട്ട് എല്ലാരും കൂടെ എന്റെ കൂടെ വരണ്ട. ശിവ, നീ വണ്ടി എടുക്ക. ചന്ദ്ര, ഇപ്പോ കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. വാ പൊളിച്ച് നിൽക്കാതെ വണ്ടിയിലോട്ട് കയറടാ കുറ്റിച്ചിറ സുലൈമാനെ.